ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോയ സർവകക്ഷി സംഘം വൈകിട്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിനിധി സംഘങ്ങൾക്കായി പ്രധാനമന്ത്രി അത്താഴവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ആരുടെയും മധ്യസ്ഥത ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ശശി തരൂർ MP ആവർത്തിച്ചു. മധ്യസ്ഥത വഹിച്ചുവെന്ന് അമേരിക്കയിൽ ആരും തങ്ങളോട് പറഞ്ഞിട്ടില്ല. വിവാദങ്ങൾക്ക് മറുപടി സമയമാകുമ്പോൾ പറയുമെന്നും വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ ശേഷം ശശി തരൂർ വ്യക്തമാക്കി. ഞാനൊരു ഭാരതീയനായിട്ട് ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പോയി. അതായിരുന്നു എൻ്റെ കടമ. ആ കടമ ഞാൻ പൂർത്തിയാക്കിയതാണ് എൻ്റെ വിഷയം. എൻ്റെ അഭിപ്രായത്തിൽ ഇൻഫോർമൽ ഗെറ്റ് ടുഗദറാണ്, ഫോർമൽ മീറ്റിംഗ് അല്ല. അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ചായയും എല്ലാവർക്കും നന്ദി പറയാനാണ് പ്രധാനമന്ത്രി ഞങ്ങളെ ക്ഷണിക്കുന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ വക എന്തായാലും ഒരു റിപ്പോർട്ട് കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. പക്ഷേ അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം സന്ദർശനത്തിൻ്റെ റിപ്പോർട്ട് അത് എൻ്റെ ഒരു പേഴ്സണൽ റിപ്പോർട്ടായിട്ട് ബാക്കി എല്ലാവരോടും സംസാരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ അഭിപ്രായമായിട്ട് പക്ഷേ പ്രധാനമന്ത്രി എന്തായാലും എന്താ ചെയ്യാമെന്ന് പ്രധാനമന്ത്രിക്ക് അറിയുള്ളൂ. ഇത് ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം പറയും. നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, ശശി തരൂർ പറഞ്ഞതുപോലെ 7 മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു യോഗം, അത് ഈ വിദേശത്തേക്ക് പോയ ദൗത്യ സംഘങ്ങളുടെ എല്ലാം ചേർന്നുള്ള ഒരു യോഗമാണ്. ശശി തരൂർ പ്രധാനപ്പെട്ട അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോയ സംഘത്തിന്റെ തലവനാണ്. അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു സംഘങ്ങളിൽ നിന്നും ഒരു അനൌദ്യോഗികമായിട്ടുള്ള ഒരു ആശയവിനിമയം ആയിരിക്കില്ലേ അത്താഴവിരുന്നിനൊപ്പം നടക്കുക? നോബൽ സുജയ, അങ്ങനെ തന്നെയായിരിക്കും. ഇന്നിപ്പോൾ വൈകിട്ട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് വിവരിക്കാൻ നിശ്ചയിച്ച പ്രതിനിധി സംഘത്തിലെ മുഴുവൻ അംഗങ്ങളെയും പ്രധാനമന്ത്രി കാണുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ലഭിച്ച പ്രതികരണങ്ങൾ, അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങൾ നൽകിയ പിന്തുണ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും അനൌദ്യോഗികമാണെങ്കിൽ പോലും ചർച്ചകളിലേക്ക് വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശശി തരൂർ ഇന്നാണ് അമേരിക്ക അടക്കം സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയത്. അദ്ദേഹം ഒരു റിപ്പോർട്ട്, അതായത് തരൂരിന്റേതായ റിപ്പോർട്ട് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി കൈമാറും എന്നാണ് തരൂർ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഓപ്പറേഷൻ സിന്ധുവിന്റെ കാര്യങ്ങളിൽ ലോകരാജ്യങ്ങളിൽ വിവരിച്ച പ്രതിനിധി സംഘങ്ങൾ വലിയ വിജയകരമായാണ് തിരിച്ചു വന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. ആ പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമാണ് ഇന്നത്തെ കൂടിക്കാഴ്ച എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ നിന്ന് ശശി തരൂർ, അതോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസ്, അതോടൊപ്പം തന്നെ വി മുരളീധരൻ, ഒപ്പം ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള ആളുകൾ എന്താണെങ്കിലും ഈ പ്രതിനിധി സംഘങ്ങളിലെ അംഗങ്ങളായിരുന്നു. ഇവരടക്കം പ്രധാനമന്ത്രിയുമായി ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതേസമയം ഇന്നിപ്പോൾ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ തരൂർ എന്താണെങ്കിലും വിവാദ വിഷയങ്ങളിൽ പരാമർശിക്കാൻ തയ്യാറായില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പിന്നീട് പ്രതികരിക്കാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ ഇത്തരത്തിൽ നിലപാടുകൾ വ്യക്തമാക്കാനാണ് താൻ പോയത്. ആ കടമ താൻ പൂർത്തിയാക്കി വിജയകരമായി തന്നെ മടങ്ങിയെത്തിയെന്നാണ് തരൂർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. നേരത്തെ ഈ ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ അതിൽ മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയാണ് എന്ന് ട്രംപ് നിരന്തരം അവകാശവാദം ഉന്നയിക്കുകയും കോൺഗ്രസ് അതിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നതാണെങ്കിലും അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിനൊപ്പമാണ് തരൂർ ഇന്നും ഇപ്പോൾ ഉള്ളത്. ആരുടെയും മധ്യസ്ഥത രാജ്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് തരൂർ വ്യക്തമാക്കുകയും ചെയ്തത്. സുജയ, വിവരങ്ങൾ നൽകിയത് നോബൽ മാരിക്കാരനാണ്. 7 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ അത്താഴവിരുന്നടക്കമുള്ള ഒരു അനൌദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ച. അതിൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അതിന്റെ വിവരങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക.